കൊറോണ വൈറസ് വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലയിലൊന്നാണ് വാഹന വ്യവസായത്തിന്റേത്. ഏകദേശം 2 മാസത്തോളമാണ് നിർമ്മാണ യൂണിറ്റുകളും ഡീലർഷിപ്പുകളും അടഞ്ഞുകിടന്നത്. ഇത് നിരവധി തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നതിലേക്കും കാറുകളുടെ ആവശ്യം കുറയുന്നതിലേക്കും നയിച്ചു. കൊറോണയെ നേരിടാൻ വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ കാറുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഒന്നിലധികം സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിച്ചു വരികയാണിപ്പോൾ. വൈറസിനെ നശിപ്പിക്കുന്നതിനായി ഫോർഡ് മോട്ടോർ കമ്പനി പുതിയ ഹീറ്റഡ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പോലീസ് കാറുകൾക്കായാണ് ഈ സംവിധാനം ആദ്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്യാബിനെ 53 ഡിഗ്രി സെൽഷ്യസിലേക്ക് 15 മിനിറ്റിനുള്ളിൽ ചൂടാക്കുന്നു. ഇത് വാഹനത്തിനുള്ളിലെ വൈറസിന്റെ സാന്ദ്രത 99% കുറയ്ക്കുമെന്നാണ് ഫോർഡ് അവകാശപ്പെടുന്നത്. ഈ സ്മാർട്ട് വാഹന സാങ്കേതിക വിദ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ലോകത്തെ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ എല്ലാ 2013 മുതൽ 2019 പോലീസ് ഇന്റർസെപ്റ്റർ യൂട്ടിലിറ്റി വാഹനങ്ങളിലും ഉടനടി ലഭ്യമാകും. സംഗതി ലളിതമാണെന്ന് ഫോർഡ് പറയുന്നു. ഉള്ളിലെ വൈറസുകൾ നിർജീവമാകുന്നതുവരെ വാഹനത്തിന്റെ ഇന്റീരിയർ ചൂടാക്കണം. പോലീസ് ഇന്റർസെപ്റ്റർ യൂട്ടിലിറ്റിയുടെ സ്വന്തം എഞ്ചിൻ, ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഈ സോഫ്റ്റ്വെയർ വാഹനത്തെ 133 ഡിഗ്രി ഫാരൻഹീറ്റ് 1, അതായത് 53 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുന്നു. 15 മിനിറ്റിനുള്ളിൽ മുഴുവൻ ക്യാബിനും ഹീറ്റ് ഒപ്റ്റിമൽ ലെവലിൽ എത്തുന്നതുവരെ സോഫ്റ്റ്വെയർ സ്വയമേ ഇന്റീരിയർ താപനില ഉയർത്തുന്നു. ഈ ശുചിത്വ രീതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് പഠിക്കുന്നതിനും വൈറസ് നിർജീവമാക്കാൻ സഹായിക്കുന്നതിന് ആവശ്യമായ താപനിലയും സമയദൈർഘ്യവും നിർണ്ണയിക്കാനുമായി ഫോർഡ് ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പുരോഗതി നിരീക്ഷിക്കുന്നതിനായി ഹസാർഡ് ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും മുൻകൂട്ടി സജ്ജീകരിച്ച പാറ്റേണിൽ പ്രക്രിയ ആരംഭിക്കുമ്പോൾ മിന്നുന്നതായിരിക്കും. തുടർന്ന് സിഗ്നൽ പൂർത്തിയാകുമ്പോൾ ഹീറ്റഡ് പ്രക്രിയ അവസാനിച്ചതായി മനസ്സിലാക്കാം. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അംഗീകരിച്ച ശുചിത്വ മാർഗനിർദ്ദേശങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ സ്വമേധയാ അണുവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ വഴി വിട്ടുപോയേക്കാവുന്ന പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ വായുവിന് സാധിക്കും. അതിനാൽ വളരെ പ്രായോഗികവും ഫലപ്രാപ്തിയുമുള്ളതുമായ സാങ്കേതിക വിദ്യയാകും ഇത്.